2020 പ്രസിഡന്റ് സാബു എം ജേക്കബ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കുകയായിരുന്നു. മാർച്ച് മാസം 27-ാം തീയതി വൈകുന്നേരം 6:45 മണിക്ക് ഇന്ന് ഈ പൂത്രക്ക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു എന്ന് പറയുന്ന പൂജ കോലഞ്ചേരി ജംഗ്ഷനിൽ വന്നു. സജീന്ദ്രൻ, മുൻ MLA സജീന്ദ്രൻ്റെ വെള്ള ഇന്നോവ കാറിൽ കയറുകയാണ്. ആ കാറിൽ CP ജോയ് DCC സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് ഈ കാറിൽ കയറി ഇവർക്ക് ഓഫർ ചെയ്തത്, കാരണം ഇവർക്ക് 5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തത്. അതുകൂടാതെ 7 ലക്ഷം രൂപയുടെ സഹകരണ ബാങ്കിൽ, പൂത്രക്ക സഹകരണ ബാങ്കിൽ അവർക്ക് 7 ലക്ഷം രൂപയുടെ ലോണും പലിശയും ഉണ്ടായിരുന്നു. അപ്പോൾ ഡീല് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയും പലിശയും ഞങ്ങൾ അടച്ചുകൊള്ളാം, അതുകൂടാതെ ഈ രാജിവെക്കുന്നതിന് 5 ലക്ഷം രൂപ പ്രതിഫലമായിട്ട് തരാം. ഇത് ആസൂത്രണം ചെയ്തത് ഈ പറയുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ്. അവർക്കെന്താണ്, അവർ നോട്ടീസ് കൊടുത്തു ഇത് അടയ്ക്കാൻ പറഞ്ഞ്. അനീപൻ കുന്നത്ത്, അതുപോലെ പൂത്രക്ക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പീറ്റർ കപ്പളശ്ശേരി, ഇവർ രണ്ടുപേരുമാണ് ഇതുമായിട്ട് ചർച്ച നടത്തി ഈ ഡീൽ ഉറപ്പിക്കാനായിട്ട് നോക്കിയത്. അങ്ങനെ പറഞ്ഞനുസരിച്ച് 27-ാം തീയതി വൈകുന്നേരം 6:45 മണിക്ക് പൂജയെ കോലഞ്ചേരി ജംഗ്ഷനിൽ വരുന്നു. സജീന്ദ്രൻ കാറിലുണ്ട്, CP ജോയ് DCC സെക്രട്ടറി കാറിലുണ്ട്. ഇവരുമായിട്ട് സംസാരിച്ച് ഡീൽ ഉറപ്പിക്കുന്നു. അതിനുശേഷം ഉറപ്പിച്ചതിന് ശേഷം അവർ അതിൻ്റെ അടുത്ത് തന്നെയുള്ള അവരുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അത് ഫൈനലാക്കി 29-ാം തീയതി രാജി കൊടുക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. ഈ വിവരം അന്ന് തന്നെ എനിക്ക് കിട്ടി. 28-ാം തീയതി രാവിലെ 7 മെമ്പർമാർ, പൂജയടക്കം ഞാനിവിടെ വിളിപ്പിച്ചു. എനിക്ക് കിട്ടിയ റെക്കോർഡുകൾ ഇതാണ് ഡീല് എന്ന് പറഞ്ഞ് ഞാൻ അവരെ അത് കേൾപ്പിച്ചു. അന്ന് വൈകിട്ട് 28-ാം തീയതി അന്ന് ഓർക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞാൻ പാർട്ടിയെ വഞ്ചിക്കില്ല, ഞാൻ ജനങ്ങളെ വഞ്ചിക്കില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞ് ഇവിടെ ഞാൻ ആ ഡീൽ അറിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഡീലിൽ നിന്ന് പിന്മാറി. ഇന്നലെ വീണ്ടും ഇവർ തുടർച്ചയായിട്ട് ഇവരെ സമീപിച്ചുകൊണ്ടിരുന്നു. 5 ലക്ഷം എന്നുള്ളത് 10 ലക്ഷമാക്കി ഉയർത്തി. അതുകൂടാതെ 7 ലക്ഷം ലോണും അതിൻ്റെ പലിശയും അടച്ചു തീർത്തോളാം എന്ന് അഗ്രി ചെയ്തു. അങ്ങനെ ഏതാണ്ട് 20 ലക്ഷം രൂപയുടെ ഡീലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു MLA ആകാൻ വേണ്ടിയിട്ട് എത്രമാത്രം തറ പണികളാണ് ഇവർ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളുടെ ഒരു പ്രസിഡന്റ്, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു പ്രസിഡന്റിനെ അവര് 20 ലക്ഷം രൂപയ്ക്ക് വിലക്കെടുത്തിട്ട് അതിൻ്റെ പ്രസിഡന്റ് അവരെ കൊല്ലുമെന്ന് പറഞ്ഞു. കൊലപാതക ഭീഷണിയുണ്ട്. ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു? അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ പറഞ്ഞ് 2020-യെ അപമാനിച്ച് ഈ കുന്നത്തുനാട് നേടാമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് സാബു ജേക്കബിനെ 14 വർഷമായിട്ട് അറിയാം. സാബു ജേക്കബ് ആരാണെന്നറിയാം. ഒരു വിധത്തിലും ഒരു നിയമം ലംഘിക്കുകയോ ഒരു അനീതി ചെയ്യുകയോ ഒരു അധർമ്മം ചെയ്യുന്ന ആളല്ലാന്ന് ഈ കേരളത്തിലെ 3.5 കോടി മലയാളികൾക്കും അറിയാം. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്താറില്ല, ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. ഇതിൽ അതേ സമയത്ത് കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയെ 20 ലക്ഷം മുടക്കി ഇലക്ഷന് 2 ദിവസം മുമ്പ് വിലയ്ക്ക് വാങ്ങിയിട്ട് ജയിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി ഈ പറയുന്ന വ്യാഴാഴ്ച ഇവിടുത്തെ ജനങ്ങൾ, പൂത്രക്കല ജനങ്ങൾ തന്നെ കൊടുക്കും. പൂത്രക്കല ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. കാരണം 2020-യുടെ ലേബലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് ആ പഞ്ചായത്തിൻ്റെ അധികാരം ജനങ്ങൾ 2020 ഏൽപ്പിച്ചു. അങ്ങനെ ഒരു പ്രസിഡന്റിനെ 20 ലക്ഷത്തിന് വിലയ്ക്ക് വാങ്ങി
ഒരു പഞ്ചായത്തിനെ അട്ടിമറിച്ച് വിലയ്ക്ക് വാങ്ങാനാണ് ഇവർ ശ്രമിച്ചത്. അപ്പോൾ ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഇതുപോലെ ഉള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാണോ MLA ആവേണ്ടത് എന്ന് ജനങ്ങൾ ചിന്തിക്കണം. ഇതുപോലെ കാശ് കൊടുത്ത് കേരളത്തെ മേടിച്ച്, ഇവിടുത്തെ ജനങ്ങളെ മേടിച്ച്, ജനാധിപത്യത്തെ മേടിച്ച് അങ്ങനെയാണോ ഒരു MLA ആകേണ്ടത് എന്ന് ഇവിടുത്തെ ജനങ്ങൾ ആലോചിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേരളത്തിന് ഒരു പാഠമാണ്. പൈസ കൊടുത്താൽ ഇവിടെ ഏത് ജനാധിപത്യത്തെയും ഏത് ജനങ്ങളെയും മേടിക്കാം, വഞ്ചിക്കാം എന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസ് തെളിയിച്ചിരിക്കുന്നതാണ് കണ്ടത് നമ്മളിവിടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.